ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞ ഔലിയാക്കന്മാരുടെ പേരാണ് എന്ന അഭിപ്രായം എടുക്കുകയും അങ്ങനൊരു ഒലിയുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ആ ഒലി എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സഹായിക്കുവാൻ കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന വിശ്വാസത്തോടെ ബഹുമാനപ്പെട്ട ലാത്ത എന്ന മഹാനായ ഒലിയെ എന്നെ സഹായിക്കണമേ എന്ന് എനിക്ക് ഇസ്തിഗാഥ ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. അത് ചെയ്യൽ അനുവദനീയം ആണ്. ആ വിശ്വാസപ്രകാരം ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. അല്ലയോ മഹാനുഭാവ, താങ്കളുടെ പേര് അബൂജാഹിൽ എന്നാണോ? അബൂജാഹിലിന്റെ വാദാണിപ്പത്. അതായത് അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്ന അവര് ഷഹാദത്ത് കലിമയും ചൊല്ലിയിട്ടില്ല, എന്നാൽ അവർക്ക് അള്ളാഹുവിനെ അറിയായിരുന്നു. അള്ളാഹു എന്നുള്ള ഒരു ദൈവമുണ്ട്, അത് ആകാശത്താണെന്നുള്ള ഒക്കെ അവർക്കും അറിയായിരുന്നു. ആരാണ് മഴ വർഷിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാല് അത് അള്ളയാണെന്ന് പറയും. ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് എന്ന് ചോദിച്ചാല് അത് അള്ളയാണെന്ന് പറയും. പിന്നെ നിങ്ങൾ വിളിച്ചുകേടൽ ആരോടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ഞങ്ങൾ ആ ഔലിയാക്കന്മാരോടാണെന്നും പറയും. അതെ, അതായിരുന്നു മക്ക മുശ്രിക്കുകൾ. മക്ക മുശ്രിക്കുകൾ വിളിച്ചു തേടിയിരുന്ന ഒരാളാണ് ലാത്ത. ലാത്തക്ക് വിഗ്രഹം ഉണ്ടായിരുന്നു. മറ്റൊന്ന് ഉസ്സ. അത് കഴിഞ്ഞാല് വേറെ മരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ബുലാല പോലെയുള്ള ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇബ്രാഹിം നബി, ഉസൈർ നബി, ഇസ്മായിൽ നബി, ഇവരുടെയൊക്കെ വിഗ്രഹങ്ങളും വെച്ചുകൊണ്ട് വിഗ്രഹാരാധന മാത്രമല്ല മനുഷ്യന്മാരെ ശിർക്ക് എന്ന് പറഞ്ഞാല്. അല്ലല്ലാത്തവരെ വിളിച്ചു തേടിയാല് അള്ളാഹിനോട് ചോദിക്കേണ്ടത് ഏത് മരക്കുറ്റിനോട് ചോദിച്ചാലും, ഏത് വെണ്ടേക്കിനോട് ചോദിച്ചാലും, ഏത് ജാറത്തിനോട് ചോദിച്ചാലും, ഏത് വിഗ്രഹത്തോട് ചോദിച്ചാലും അത് ഷിർക്ക് തന്നെയാണ്. അള്ളാഹ് ഒരിക്കലും പൊറുക്കാത്ത പാതകം തന്നെയാണ് ഷിർക്ക് എന്നുള്ളത്. ആ ഷിർക്കിലേക്കാണ് ഇവർ ഈ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്നത്, ഈ വിളിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ഈ അബൂജാഹിൽ പറഞ്ഞത് എന്താണ്? മുസ്ലിയാരെന്നൊന്നും പറയാൻ പറ്റില്ല അയാളെ. അബൂജാഹിലായ ആ തലേക്കെട്ടുകാരൻ കുഞ്ഞാപ്പു അയാൾ പറഞ്ഞത് എന്താണ്? ലാത്തേ കാക്കണേ എന്ന് പറഞ്ഞാല് അത് ഷിർക്കല്ല എന്നാ പറഞ്ഞത്. ഏത ചെങ്ങായി എന്റെ മതം? ഒരു തലയിലൊരു കെട്ടും കെട്ടിയിട്ട് വെള്ള കുപ്പായം ഇട്ട് കഴിഞ്ഞാല് മുസ്ലിം ആവൂല. ഇസ്ലാം എന്ന് പറഞ്ഞാല് എന്താണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. മുസ്ലിം എന്ന് പറഞ്ഞാല് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട്. ആരാണ് മുസ്ലിം, ആരാണ് മുസ്ലിം എന്നുള്ളത് വ്യക്തമായി പ്രതിപാദിക്കുന്ന മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താണ് മുസ്ലിം? മുസ്ലിം എന്നത് ഒരു അറബി പദമാണ്. ഒരാശയത്തെ കുറിക്കുന്നതാണ് ആ പദം. ഒരു സമൂഹത്തെ കുറിക്കുന്ന പദമല്ല, ഒരാശയത്തെ കുറിക്കുന്ന പദമാണത്. മുസ്ലിം എന്ന അറബി പദവും എല്ലാവരും കേട്ടാണ്. എന്താണ് മുസ്ലിം? മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് സമ്പൂർണമായി കീയൊതുങ്ങുന്നവൻ, അള്ളാഹു പഠിപ്പിച്ച നിയമങ്ങൾക്ക് കീയൊതുങ്ങി മാതൃകായോഗ്യമായി ജീവിതം നയിക്കുന്നവൻ ആരോ അവനാണ് മുസ്ലിം. അനുസരണമുള്ളവൻ. ആരെയാണ് അവൻ അനുസരിക്കുന്നത്? ആകാശഭൂമികളുടെ തമ്പുരാനെയാണ്, ലോകത്തിന്റെ നാഥനെയാണ്. ലോകത്തിന്റെ നാഥനെ അനുസരിക്കുന്നവനാണ് മുസ്ലിം. ഇതാണ് ആ നാഥൻ ഖുർആനിലൂടെ സുന്നത്തിലൂടെ എന്താണോ അവനോട് അനുധാവനം ചെയ്യാൻ പറഞ്ഞത് അത് അനുധാവനം ചെയ്ത് ജീവിക്കുന്നവനാണ് മുസ്ലിം. അപ്പൊ കള്ളു കുടിക്കാൻ പറ്റുമോ? ഇല്ല. വ്യഭിചരിക്കാൻ പറ്റുമോ? ഇല്ല. പലിശ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. വാങ്ങാൻ പറ്റുമോ? ഇല്ല. ശിർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കുഫ്ർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ധിക്കാരം മനോഭാവം ഉണ്ടാകാൻ പാടുണ്ടോ? ഇല്ല. സഹിഹായ ഹദീസുകളെ നിഷേധിക്കാൻ പാടുണ്ടോ? ഇല്ല. അവനവന് തോന്നിയ യുക്തി മതത്തിൽ കടത്തി കൂട്ടാൻ പാടുണ്ടോ? ഇല്ല. അവനവന് പറ്റൂല എന്നുള്ളത് കൊണ്ട് പ്രമാണത്തെ തല്ലാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളാണ് ഈ രംഗത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഒന്നാമതായി നമ്മുടെ പ്രമാണം എന്തായിരിക്കണം? അത് വളരെ പ്രധാനമായ ഒരു ചർച്ചയാണ്. മുസ്ലിം ഉമ്മത്ത് ആരെ കണ്ടിട്ടാണ് വിശ്വാസം സ്വീകരിക്കേണ്ടത്? ഒന്നുകൂടെ ക്ലിയർ ആവാം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൽ എങ്ങനെയാണോ വിശ്വസിക്കേണ്ടത്, പ്രവാചക വചനങ്ങളിൽ അള്ളാഹുവിനെ എങ്ങനെയാണോ വിശ്വസിക്കേണ്ടത്, എങ്ങനെയാണോ അങ്ങനെ വിശുദ്ധ ഖുർആനിലും പ്രവാചക വചനത്തിലും അത് രണ്ടും നേരിട്ട് കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത സഹാബ കിറാം അവരുടെ വിശ്വാസം എന്താണോ അതായിരിക്കണം ഒരു മുസ്ലിമിന്റെ വിശ്വാസം. എന്താ പറയുന്നത്? ശരിക്കും മനസ്സിലാക്കൂ. അള്ളാഹു ഖുർആനിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെ അത് രണ്ടും കണ്ട് വളർന്ന സ്വഹാബത്ത് ജീവിച്ചു മരിച്ച കാലഘട്ടത്തിൽ അവരുടെ വിശ്വാസം എന്താണ്, കർമ്മം എന്താണ്, ആചാരം എന്താണ്, അനുഷ്ഠാനം എന്താണ്, അതാണ് ഒറിജിനൽ പ്രമാണം. അതിനെയാണ് നമ്മൾ അവലംബിക്കേണ്ടത്. ഖുർആനിനെയും സുന്നത്തിനെയും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയവരാരാണ്? സ്വഹാബത്താണ്. ആ സ്വഹാബത്തിനെയാണ് ആ വിഷയത്തിലെല്ലാം നമ്മൾ അനുധാവനം ചെയ്യേണ്ടത്. അതിനെയാണ് നമ്മൾ മനഹജുസ് സലഫ്, മാനദണ്ഡമാണ്, പ്രമാണങ്ങളെ മനസ്സിലാക്കാനുള്ള മാനദണ്ഡമാണ്.
ഒരായത്ത് ആര് മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കണം. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പോലെ അങ്ങനെയാണത് സ്വീകരിക്കേണ്ടത്. രണ്ടാമതായി സ്വഹാബത്ത് ആ വചനം ഓതിക്കേട്ടവരാണ്, റസൂലിൽ നിന്ന് കേട്ടവരാണ്, ചോദ്യം ചോദിച്ചവരാണ്, അതിലെന്താണ് അടങ്ങിയിരിക്കുന്നത് എന്ന് അന്വേഷിച്ചവരാണ്. അപ്പൊ അവരാണ് അത്. ഇതാണ് നമുക്കൊന്ന് പറയാനുള്ളത്. രണ്ട്, ആ വിശ്വാസ പ്രമാണങ്ങളിൽ തൗഹീദ് എന്താണ്, വ്യക്തിപരമായല്ല, പ്രസ്ഥാനത്തിന്റെ വിശ്വാസം എന്താണെന്നല്ല, കുറെ ആളുകളുടെ വിശ്വാസം എന്താണെന്നല്ല, ഖുർആനിലും സഹീഹായ ഹദീസിലും സ്വഹാബത്തിന്റെ മനസ്സിലാക്കലിലും എന്താണ് എന്നതാണ് നമ്മുടെ മുഖ്യമായ വിഷയം. എല്ലാ മനുഷ്യരോടും നമുക്ക് ഗുണകാംക്ഷയുണ്ട്. എല്ലാ ജാതി മത സമൂഹങ്ങളോടും നമുക്ക് പറയാനുള്ള ഒറ്റ കാര്യം തന്നെയാണ്, ലോകത്തിനൊരു സൃഷ്ടാവുണ്ടെന്നും നാളെ ഒരു മരണാനന്തര ജീവിതമുണ്ടെന്നും അവിടെ രക്ഷാശിക്ഷകളുടെ ലോകമുണ്ടെന്നും അവിടെ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹു അവതരിപ്പിച്ചതിനെ പിൻപറ്റലാണെന്നും എല്ലാവരോടും നമ്മൾ പറയും. ആരാണ് അള്ളാഹു? 7 ആകാശം, 7 ഭൂമി, അതിലെ സർവ്വചരാചരങ്ങൾ. അല്ലാഹുല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹീകും. വിശുദ്ധ ഖുർആൻ 30-ാം അധ്യായം സൂറത്തുർ റൂം 40-ാമത്തെ വചനമാണ്. അല്ലാഹുവാണ് അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അവൻ മനുഷ്യകുലത്തെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. മാത്രമല്ല നിങ്ങൾക്ക് ഉപജീവനം നൽകിയവൻ. നിങ്ങൾക്ക് ആരാണോ ഉപജീവനം, ഈ ഭൂമിയിലെ എല്ലാ ധാന്യങ്ങളും ഫ്രൂട്ടുകളും അതൊക്കെ നിങ്ങൾക്ക് നൽകുന്നവനാരാണ്? അത് ശ്രീരാമനല്ല, ശ്രീകൃഷ്ണനല്ല, യേശുക്രിസ്തുവല്ല, വേറെ ആരെങ്കിലും അല്ല. പിന്നെ ആരാ അത് നൽകുന്നത്? അത് നൽകുന്നത് ലോകത്തിന്റെ നാഥനാണ്, അള്ളാഹുവാണ്, പ്രപഞ്ചനാഥനാണ്. ആ പ്രപഞ്ചനാഥനെ അള്ളാഹു എന്ന് അറബിയിൽ പറയുന്നു. ഇലാഹ്, പരിപാലകൻ. ആ പരിപാലകനെയാണ് ലോകം ആരാധിക്കേണ്ടത്. അവന്റെ മുമ്പിലാണ് പ്രാർത്ഥനകൾ സമർപ്പിക്കേണ്ടത്. അവനോടാണ് മനുഷ്യന്റെ മനസ്സിന്റെ സങ്കടങ്ങൾ പറയേണ്ടത്. ഇങ്ങനെ തുടങ്ങി കുറച്ച് കാര്യങ്ങൾ, അത് ഗൗരവമായ പഠനങ്ങൾ. ഒരാളോട് നമുക്ക് എന്തില്ല, പക്ഷപാതിത്വമോ വിരോധമോ വിധേയത്വമോ ഒന്നുമില്ല. അള്ളാഹു എന്താണോ പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത്, അതാണ് നമ്മൾ ജനങ്ങളോട് പറയാൻ പോകുന്നത്. ഒന്നാമതായി മുസ്ലിം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, അനുസരണമുള്ളവനാണ്. അള്ളാഹുവിനെയാണ് അനുസരിക്കേണ്ടത്, കൂട്ടുകാരനെയല്ല, നാട്ടുകാരെയല്ല, ഉസ്താദിനെയല്ല. അള്ളയും റസൂലും പറഞ്ഞ പോലെ ഉമ്മ പറഞ്ഞാൽ അനുസരിക്കാം. അള്ളയും റസൂലും പറഞ്ഞ പോലെ നേതാവ് പറഞ്ഞാൽ അനുസരിക്കാം. അള്ളയും റസൂലും പറഞ്ഞ പോലെ പഠിപ്പിച്ചാൽ നമുക്കതൊക്കെ പിന്തുടരാം. അതാണ് നമ്മുടെ മാനദണ്ഡം. അവനാണ് മുസ്ലിം. എന്നിട്ട് അള്ളാഹു നമ്മളോട് ഒരു കാര്യം കൂടി പറഞ്ഞു. അതെന്താ? വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും സത്കർമ്മങ്ങൾ ചെയ്യുകയും ഞാൻ മുസ്ലിമാണ് എന്ന് ലോകത്തോട് പറയുകയും ചെയ്യുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവനാരുണ്ട്, നല്ല വാക്ക് പറഞ്ഞവനാരുണ്ട്. അപ്പം മുസ്ലിം ആകാൻ അള്ളാഹു നമ്മളോട് പറയും, മുഖ്ലിസാകാൻ അള്ളാഹു നമ്മളോട് പറയും, ഇസ്ലാഹ് നടത്താൻ അള്ളാഹു നമ്മളോട് പറയും, സലഫുകളുടെ മാർഗം പിന്തുടരാൻ അള്ളാഹു നമ്മളോട് പറയും. ഈ മാർഗം അവലംബിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ സമ്പൂർണ്ണ മുസ്ലിങ്ങളാകുക. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഖുർആനിലെ 3-ാം അധ്യായം 102-ാമത്തെ വചനം നിങ്ങൾ പരിശോധിച്ചോ. അവിടെ അള്ളാഹു പറയുന്നത്, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നമ്മളാണ് ചിന്തിക്കേണ്ടത്. പ്രസംഗിക്കുന്ന ഞാനും ഇവിടെ ഇരിക്കുന്നവരും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും, നമ്മൾ പലപ്പോഴും എന്താ ഉണ്ടാവുക, ഒരു സംഘടന സംഘടിപ്പിച്ചാൽ അത് അവർക്ക് ബാധകല്ല, ബാക്കിയുള്ളവരായിട്ടാണ് അതിന്റെ ബന്ധം എന്നാ പറയാ. അങ്ങനല്ല. വിശുദ്ധ ഖുർആനിൽ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ഇതാരോടാണ്? ഇത് നമ്മളോടാണ് പറയുന്നത്. ഹഖ്ക തുഖാതിഹി, സൂക്ഷിക്കേണ്ട മുറപ്രകാരം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിച്ചു പോകരുത്. എന്തായിരിക്കും ആ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞാൽ ആമിന എന്ന പേരും അബ്ദുൽ ഖാദർ എന്ന പേരും കൊണ്ടല്ലാതെ, സുരേന്ദ്രൻ എന്ന പേര് സ്വീകരിച്ചു മരിക്കരുത് എന്നാ? അല്ല. പിന്നെന്താ? നിങ്ങൾ എപ്പം മരിക്കുകയാണെങ്കിലും ഒരു മുസ്ലിമിന്റെ ക്വാളിറ്റിയോട് കൂടി അല്ലാതെ മരിക്കരുത്. പടച്ചോനെ ധിക്കരിച്ചുകൊണ്ടുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ മരിച്ചു പോകാൻ ഇടവരരുത്. ഒന്നുകൂടെ ക്ലിയറായി ഞാൻ പറയാം. ജീവിതത്തിൽ ഏത് ഘട്ടം വരുമ്പോഴും ആ ഘട്ടത്തിലെല്ലാം അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകരുത്. ആ ഒരു ബോധമാണ് മുസ്ലിങ്ങൾക്ക് എന്ത് കാര്യമാണെങ്കിലും.
വാശി തീർക്കാനല്ല, വൈരം തീർക്കാനല്ല, ആളുകളെ തോൽപ്പിക്കാനല്ല. മറിച്ച് എന്താണ്? ഞാൻ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് എന്ന് അള്ളാഹ് എന്നോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇനി വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറ 208-ാമത്തെ വാചകത്തിൽ അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വരീൻ. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാണ് ആ പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അല്ലാഹു അങ്ങനെ പറഞ്ഞു? പിശാചിന്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിന്തുടരരുത് എന്നും അല്ലാഹു അവിടെ പറയുന്നു. അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നു. അപ്പൊ ചില കാര്യങ്ങളിൽ ഇസ്ലാമുണ്ട്. അതായത് ചില ഹദീസ് തന്റെ യുക്തിക്ക് ഉൾക്കൊള്ളും, അത് പറ്റും. ചില ഹദീസുകൾ തനിക്ക് പറ്റില്ല, തന്റെ കൂട്ടുകാർക്ക് പറ്റില്ല. ഞാനത് സ്വീകരിച്ച നാട്ടുകാർ ഇന്നൊരു അന്ധവിശ്വാസി എന്ന് പറയും. അപ്പൊ അതാട് ഒഴിവാക്കുക. അള്ളാഹ് അങ്ങനല്ല പറഞ്ഞു. നീ വിശ്വാസിയാണോ എങ്കിൽ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായിട്ട് ഇസ്ലാമിലേക്ക് വാ. ഇത് ഖുർആനിലുള്ള ഒരു വാചകമാണ്. ഇത് ആര് പഠിക്കണം? ഇത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തോടോ ഏതെങ്കിലും ചില വ്യക്തികളോടോ ആണോ? അത് ഇന്ന സലായി സ്വീകരിച്ചോട്ടെ, അത് ഇന്ന സെലഫി സ്വീകരിച്ചോട്ടെ, അത് ഇന്ന നാട്ടുകാർ സ്വീകരിച്ചോട്ടെ എന്ന് പറയാൻ പറ്റുമോ? യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ.